നമുക്കെപ്പം ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നിയാലും പുതിനയില ഇല്ല അല്ലെ മല്ലിയില ഇല്ല എന്ന് ഓർത്തിട്ട് ഇനി ഉണ്ടാക്കാതിരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് മസാലയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഈ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ ഒരു മാസം വരെ ഒരു കുഴപ്പമില്ലാതിരിക്കും. പിന്നെ എപ്പം ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ എടുത്തിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും പുതിനയും മല്ലിയൊന്നും കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന അളവനുസരിച്ചെടുത്തു. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നൊപ്പം ഈ മസാലകളൊക്കെ പച്ചക്കിട്ടൊന്ന് ചതച്ചിട്ടെടുത്താൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുമേ. ഇതെല്ലാം കൂടെ ഞാൻ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് എടുക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ടാണല്ലോ എടുക്കുന്നത്, അല്ലാതെ ഒരുപാട് അരച്ചെടുക്കില്ല. അപ്പോൾ അതുപോലെ എടുക്കണം. ചിലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം പിള്ളേർക്ക് കഴിക്കാനായിട്ട് മടിയായതുകൊണ്ട് ഇതിനകത്ത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണല്ലോ, അപ്പോൾ ആ കൂടെ അങ്ങ് കഴിച്ചോളും. ഇതിനകത്തേക്ക് വേണ്ടവർക്ക് ജാതിപത്രിയും കൂടെ ചേർക്കാം. ഞാൻ ജാതിപത്രി ഇതിനകത്ത് ചേർക്കാറില്ല. അത് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് വരും. ഇഞ്ചി ഞാനൊന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബിരിയാണി മസാലയും കൂടെ ചേർക്കണം. ഇതൊരു ബേസിക് മസാല മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറിയ ജാറായതുകൊണ്ടാണ് ഞാൻ 2ആയിട്ട് അരയ്ക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ ഒരുപാട് അരഞ്ഞിട്ടില്ല, ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ മല്ലിയില ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. വലിയ ജാറ എടുക്കുന്നെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപടി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ അരയ്ക്കാനെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പുതിനയുടെ ഇല കൂടുതൽ എടുക്കുക അരയ്ക്കാനായിട്ട്. മല്ലിയില കുറച്ച് അരികെ എടുക്കുന്നത്. കാരണം ബിരിയാണിക്കകത്ത് നമ്മൾ മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ മസാലയ്ക്കകത്ത് ഞാൻ അധികം മല്ലിയില ഉപയോഗിക്കില്ല. കൂടുതൽ അളവിൽ പുതിനയിലയായിരിക്കും ഉപയോഗിക്കുക. ഇപ്പോൾ മല്ലിയില ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കാര്യം ചേർത്തിട്ടില്ല, പച്ചമുളക്. ആവശ്യത്തിനുള്ള എരിവ് ഇപ്പം ഞാൻ ചേർക്കും. പിന്നീട് കളറിന് വേണ്ടി മാത്രമേ ഞാൻ മുളക് പൊടി ഉപയോഗിക്കാറുള്ളൂ. അപ്പം ബിരിയാണിയിലേക്ക് വേണ്ട ആവശ്യത്തിന് എരിവ് ഇതിനകത്ത് ഇപ്പം തന്നെ ചേർത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ ചതച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനിയിപ്പം നമ്മൾ ഒരു ദിവസം അല്ല 2 ദിവസത്തിനുള്ളിൽ ബിരിയാണി ഉണ്ടാക്കുകയാണ്, ഇതുപടി വെച്ചാൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല, ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വയ്ക്കുക. സാധാരണ നമ്മൾ നെയ്ക്കകത്തല്ലേ ബിരിയാണിയുടെ മസാല ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ആ പച്ചമണം മാറുന്നിടം വരെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഈ ഒരു മസാല കോമൺ ആയിട്ട് വെജിനോ നോൺ വെജിനോ ഏത് ബിരിയാണിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് റൈസിനകത്ത്, ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, റൈസിൻ്റെ കൂടെ വെജിറ്റബിളോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കും. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോഴത്തേക്കും ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നു. ഇനി ഇത് നമ്മളൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു വരും അത്. ഇനി ഇത് നല്ല അടപ്പുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിരുന്നാൽ, അതായത് സ്റ്റീലിൻ്റെ കണ്ടെയ്നറോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ, നമുക്ക് തണുപ്പ് കയറണം ഉള്ളിലേക്ക്, അങ്ങനത്തെ ഒരു ഇതിനകത്താക്കി വെച്ചിരുന്നാൽ കുറേ നാൾ കേടാകാതിരിക്കും. 1 മാസമല്ല, ഞാൻ 1 മാസം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, 1 മാസത്തിൽ കൂടുതലിരിക്കും ഇത്. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ പകുതി പണി കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിൽ പല കാര്യങ്ങളും നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലി ഒരുപാട് ഈസിയാകും. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രത്തിലാണ് സാധാരണ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് അടച്ചു വെച്ചിരുന്നാൽ നല്ല തണുപ്പും കിട്ടും, അതിനകത്ത് ഒരിക്കലും കേടാവുകയില്ല. ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നാൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ബിരിയാണി വെക്കണം എന്ന് തോന്നിയാൽ വളരെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പുതിനയും മല്ലിയൊക്കെ തപ്പി ഓടേണ്ടി വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ബാക്കിയുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മുടെ കിച്ചണിലെ ജോലി എളുപ്പമാക്കാനുള്ള കൂടുതൽ ടിപ്സുകളുമായി വീണ്ടും കാണാം. താങ്ക്